കുറേ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ലേഡീസിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ട്രോമ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, അവരുടെ റിലേഷൻഷിപ്സ് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല, ഫാമിലി ലൈഫ് ബോറാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു മെൻറ്റൽ ഹെൽത്ത് അവെയർനെസ് എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് നമ്മൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണം. ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ യു ഹാവ് ടു ടോക്ക് ടു എ ഡോക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻസിബിൾ ആയ ഒരു ഫാമിലി മെമ്പറിനോട് പറയണം. ഇതൊന്നും പറയാതെ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച് നടക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, സി ഇതെല്ലാം കെട്ടി 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 ആ പ്രഷർ കൂടി പൊട്ടിത്തെറിക്കാതിരിക്കാൻ അവരവരുടെ ആ റേജ്, ആ കോപം, ദേഷ്യം എല്ലാം വേറെ വേറെ ആൾക്കാരുടെ അടുത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. പറഞ്ഞതുപോലെ ഞാൻ സ്ത്രീകളെ മോശമോ ആണുങ്ങളെ വലുതാക്കിയോ ഒന്നും പറയുന്നതല്ല. പക്ഷേ ഒരു ആണിന് നേരെ ആക്രോശിക്കുന്നതിനേക്കാൾ നല്ലത് 4-5 പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഒച്ചയെടുക്കുന്നതാകാം എന്നുള്ളൊരു തോന്നൽ ചിലർക്കുണ്ടാവാം. സോ അവരുടെ ആ ഹോസ്റ്റിലിറ്റി, ആ ദേഷ്യം, ആ വൈരാഗ്യം ഇതെല്ലാം അവർ ചിലപ്പോൾ വേറൊരാളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതാവാം. ഞാനിവിടെ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചിലരുടെ സക്സസ് അതവരെ വല്ലാതെ ത്രെട്ടൺ ചെയ്യാം. പുറമേ നിന്ന് നോക്കുമ്പോഴേക്കും കാണുന്നത് എന്താ, വെരി ഹാപ്പി ഫാമിലി, അയാൾ എന്തോരം കെയർ ചെയ്യുന്നു, ഏത് പാർട്ടിക്ക് പോയാലും ഭാര്യേനെ കെട്ടിപ്പിടിച്ചേ നടക്കുള്ളൂ, അവരിടയ്ക്കിടയ്ക്ക് കിസ് ചെയ്യും, അവരിടയ്ക്ക് ട്രിപ്സിന് പോകും, എന്തൊരു നല്ല റിലേഷൻഷിപ്പാണ്, അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫൊക്കെ എത്ര നല്ലതാണ്, എൻ്റെ സ്റ്റാഫ് മാത്രം എന്താ ഇങ്ങനെ ഞാൻ പറയണമെന്ന് അനുസരിക്കാത്തത്. അതായത് പുറമേ കാണുന്നത് കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം വരികയാണ്. അതെനിക്കില്ലല്ലോ, വൈ ഈസ് ഇറ്റ് ലൈക്ക് ദാറ്റ് എന്നുള്ള ആ ഒരു വിഷമമാണ് ഇതുപോലെയുള്ളൊരു ദേഷ്യം വരുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ ഒരു വലിയ ഫാക്ടറാണ്. സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ എല്ലാവരും പറയും സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ അവരുടെ ബെസ്റ്റ് കാര്യങ്ങളാണ് പോസ്റ്റ് ചെയ്യണത്, ഏറ്റവും നല്ല പിക്ചേഴ്സ്, ഏറ്റവും നല്ല ഫിൽറ്റർ ഇട്ട സന്തോഷം തോന്നിക്കുന്ന മുഹൂർത്തങ്ങൾ. പക്ഷേ അതൊന്നും അല്ലല്ലോ ലൈഫ്. അതിവരാരും മനസ്സിലാക്കുന്നില്ല. ലൈഫ് ഇസ് സംതിങ് എൽസ്. സോ അവർ പെട്ടെന്ന് നോക്കുമ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് ലിവിങ് എ ബ്യൂട്ടിഫുൾ ഫെയറി ടെയിൽ ലൈഫ്, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, അങ്ങനെ സെൽഫ് കമ്പാരിസൺ വരും. ഇന്നത്തെ ലോകത്ത് നമുക്ക് വേണ്ടത് ഒരു സെൽഫ് ലവ് ആണ്, സെൽഫ് കെയർ ആണ്, സെൽഫ് കമ്പാഷൻ, സെൽഫ് ഫൊർഗിവ്നെസ്. നമ്മൾ നമ്മളോട് ക്ഷമിക്കണം. നമുക്ക് പറ്റിയ ട്രോമാസൊക്കെ ഹീൽ ചെയ്യാൻ നമ്മൾ നോക്കണം. നമ്മളുടെ ഉള്ളിലെ ഉണങ്ങാത്ത മുറിവുകൾ നമ്മളുടെ മക്കളിലും കൊച്ചുമക്കളിലോട്ടും പോകാതിരിക്കാൻ നമ്മൾ നോക്കണം. അതിന് നമ്മൾക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മൾ പോയി മെൻറ്റൽ ഹെൽത്ത് അവെയർനെസ് അതായത് നല്ലോണം കഷ്ടപ്പെട്ട് പണിയെടുത്ത് വേർത്ത് കുളിച്ച് ഒരു കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങിയേ തീരാവുന്ന കാര്യമുള്ളൂ. എന്ത് കാര്യം? ഇല്ല. ഒരു ലൈംഗികമായി ആക്രമിക്കപ്പെട്ട ഒരു 6 വയസ്സുള്ളൊരു പെൺകുട്ടി, ആ കുട്ടി കുളിച്ച് അടുത്ത ദിവസം ഒന്നുമില്ല എന്ന് പറഞ്ഞ് എണീറ്റ് കിടന്നാൽ ഒരുപക്ഷെ ഹർ ബ്രെയിൻ മൈറ്റ് കൺസീൽ ഇറ്റ്, ബട്ട് ഇറ്റ് വിൽ എഫക്റ്റ് ഹർ. ജീവിതകാലം മരിക്കുന്നത് വരെ ആ അൺറിസോൾവ് ട്രോമ ആ കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. സോ ഡിപ്രഷൻ ക്യാൻ കം അറ്റ് എനി പോയിൻറ്റ്, നോ പ്രോബ്ലം. പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നോക്കി നമ്മൾ ഇത് ഞാൻ കുറച്ച് മുമ്പ് കണ്ടു. 100 വയസ്സുള്ള ഒരു ലേഡി, നല്ല ബോഡി, ഷീ ഈസ് വെരി റിച്ച്, ഡയറ്റ്, എക്സസൈസ്, ഷീ ഹാസ് എ ബോയ് ഫ്രണ്ട് 20 ഇയേഴ്സ് യങ്ങർ ദാൻ ഹർ. അത് നോക്കിയിട്ട് എനിക്ക് 49 വയസ്സായി, അയ്യോ ഞാനിരിക്കണം കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? ഗുഡ് ഫോർ ദാറ്റ് ലേഡി, ലെറ്റ് ഹർ ഡു ഇറ്റ്. ഷീ ഹാസ് മണി, ഷീ ഹാസ് എ മോട്ടിവേഷൻ. അവർ കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളില്ല. എനിക്കതല്ല, എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഐ ലൈക്ക് ടു ഈറ്റ്. സംടൈംസ് വിഷമം വരുമ്പോൾ ഞാൻ കൂടുതൽ കഴിക്കും. എക്സസൈസിനൊക്കെ ഒരു പരിധിയുണ്ട്, മേക്കപ്പിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാൻ അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോയാൽ എൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഞാൻ സന്തോഷിക്കുമോ? അല്ലേ? സോ ദീസ് ആർ സം റീസൺസ് വൈ വിമൻ ഹേറ്റ് ഈച്ച് അതർ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ട്രോമ ഒന്ന് റിസോൾവ് ചെയ്യുക. നിങ്ങൾ സ്വയം ഉള്ളിലോട്ട് നോക്കി, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ലോകത്തുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പല ആൾക്കാർ കാരണമാണ്. ചിലപ്പോൾ നിങ്ങളായിരിക്കും അവിടുത്തെ പ്രശ്നം. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ ബോസിനെ കുറ്റം പറഞ്ഞ് ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങി വന്നെന്ന് ഓർത്തു, ചിലപ്പോൾ പ്രശ്നം ഞാനായിരിക്കാം, ബോസ് ആയിരിക്കില്ല. സോ ഇടയ്ക്ക് ഒരു ഉള്ളിലോട്ട് നമ്മൾ തന്നെ ഒന്ന് സെൽഫ് അവെയർനെസ്, ഒരു സെൽഫ് ചെക്ക്, സെൽഫ് ലവ്, സെൽഫ് കെയർ, ഫൊർഗിവ്നെസ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയുള്ളവരെയും അധികം ജഡ്ജ്മെൻറ്റിലാവാതിരിക്കുക, കുറച്ച് എംപത്തി കാണിക്കുക. എംപത്തി എന്ന് പറഞ്ഞാൽ അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, അവരുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ കൂടെ ഇടയ്ക്കൊന്ന് ചിന്തിക്കുക, കുറച്ചും കൂടെ കൈൻഡ് ആവുക. പോട്ടെ, ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുമായിരിക്കും, ദേഷ്യം വരുമായിരിക്കും, വായത്തൊന്നൊക്കെ വിളിച്ച് പറയായിരിക്കും, നമ്മൾ മനുഷ്യരാണ്. പക്ഷേ കുറേ കഴിഞ്ഞു വേണ്ടിയിരുന്നില്ല, ഒരു സോറി പറയണതിൽ തെറ്റില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ബി കൈൻഡ് ടു ദം ആൻഡ് അവോയ്ഡ് ഇറിറ്റേറ്റിംഗ് ദം. സോ ഈ പറഞ്ഞ റീസൺസ് എല്ലാം ആണുങ്ങളിലും ഉണ്ടാവാം, പക്ഷെ കൂടുതലും കാണുന്നത് ലേഡീസിലാണ്. ലേഡീസ് മോശമാണ്, ആണുങ്ങൾ നല്ലതാണ്, ഒന്ന് നേരെ തിരിച്ചാണ്, അങ്ങനെയൊന്നുമല്ല. ചില കാര്യങ്ങൾ കാണുന്നത് പറയുന്നു. ദീസ് ആർ സം റിഫ്ലക്ഷൻസ്. So thank you. If you're watching this, thank you so much. Keep watching, sharing and subscribing. Bye. Good night.